എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ഹിഡൻ ട്രിക്സ് ഇൻ നഴ്സിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈപ്പോ തൈറോയിഡ്സത്തെക്കുറിച്ചും ഹൈപ്പർ തൈറോയിഡ്സത്തെക്കുറിച്ചുമാണ്. ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. അവിടെ നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെയാണെന്നും തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നും തൈറോയ്ഡ് ഹോർമോൺ പാത്വേ ഏതൊക്കെയാണെന്നും നോക്കിയതിന് ശേഷം ഡിസീസ് കണ്ടീഷനിലേക്ക് നമുക്കൊന്ന് കടക്കാം. അവിടെ കോസസ്, സൈൻസ് ആൻഡ് സിംറ്റംസ്, കോംപ്ലിക്കേഷൻ, ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതൊരു ലെങ്സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് കിടക്കാം. എവിടെയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്? നമുക്കറിയാം, നമ്മൾ ട്രക്കിയുടെ മുന്നിൽ കാണുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ചെറിയൊരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺസാണ് തൈറോയ്ഡ് ഹോർമോൺസ് എന്നറിയാം. ആ ഹോർമോൺസിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിന് മുമ്പ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ പാർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. സോ തൈറോയ്ഡ് എഫക്ട്സ് ഓൺ ദി ബോഡി. ആദ്യം നമുക്ക് സെൽസ് എടുക്കാം. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രത്യേകത, ഇവർ ഒരുപാട് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുന്നത് മൂലം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടും, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇനി നമുക്ക് ഹാർട്ടിലേക്ക് പോകാം. ഹാർട്ടിൽ ബീറ്റാ-1 റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇത് കിഡ്നിയിലും കാണപ്പെടുന്ന ഒരു റിസപ്റ്റേഴ്സാണ്. ഈ ഒരു റിസപ്റ്റേഴ്സിൻ്റെ എണ്ണത്തെ കൂട്ടാനും അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഈ ബീറ്റാ-1 റിസപ്റ്റേഴ്സ് എപ്പോഴും എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവർക്ക് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് സിമ്പത്തറ്റിക് റെസ്പോൺസ് ഉണ്ട്. അതായത് തൈറോയ്ഡ് ഷീറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സോണെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് കാണാം ആക്സോൺ ടെർമിനൽ. ഈ കാണുന്നതാണ് ആക്സോൺ ടെർമിനൽസ്. ലാസ്റ്റ് സിനാപ്സ് ഉണ്ട്. ഈ ഒരു സിനാപ്സിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പോൾ സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനാപ്റ്റിക് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള സ്പേസിനാണ് നമ്മൾ പറയുന്നത്. അവിടെ വെച്ചാണ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂറോൺസ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ന്യൂറോൺസുമായിട്ട് എന്തൊരു ബന്ധം നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനുണ്ട്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനുണ്ട്. ഇല്ലേ, നിങ്ങൾക്കൊരു ക്ലൂ കിട്ടിയിട്ടില്ലേ? ഇനി നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ്. ജെനിസിസ് മീൻസ് എന്താണ്? ഫോർമേഷൻ ഓഫ് ന്യൂ, അല്ലേ? പുതിയ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ജെനിസിസ് എന്ന് പറയുന്നത്. ജെനിസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് ന്യൂ ന്യൂറോൺ. മൈലിനേഷൻ. അപ്പോൾ മൈലിനേഷൻ നമ്മൾ പറഞ്ഞു, മൈലിൻ ഷീറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ലേ? അപ്പം മൈലിൻ ഷീറ്റ് അല്ലെങ്കിൽ മൈലിനേഷന് ഹെൽപ്പ് ചെയ്യാൻ ഈ തൈറോയ്ഡ് ഹോർമോൺസിന് സാധിക്കുന്നുണ്ട്. അതുപോലെ സിനാപ്റ്റോജെനിസിസ് എന്താണ്? ഫോർമേഷൻ ഓഫ് ന്യൂ സിനാപ്സ് ആണ് സിനാപ്റ്റോജെനിസിസ്. ഇനി ഡെൻഡ്രൈറ്റ് ഫോർമേഷൻ. ഈ ഡെൻഡ്രൈറ്റ് ഫോർമേഷനും തൈറോയ്ഡ് ഹോർമോൺസ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവസാനം സിമ്പത്തറ്റിക് ആക്ടിവിറ്റിനെ കുറിച്ച് നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഇനി നമുക്ക് അടുത്ത സയൻസ് ആൻഡ് സിംറ്റംസിലേക്ക് പോകുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇത്രയും ഉള്ളൂ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്കൊരു ഫങ്ഷൻ പഠിക്കാൻ. അടുത്ത GI സിസ്റ്റം, അതായത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം. ഇവിടെ നമുക്കറിയാം മെറ്റബോളിസത്തെക്കുറിച്ച് ഇല്ലേ? അപ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുമ്പോൾ നമുക്ക് GI മോട്ടിലിറ്റി കൂടും. മെറ്റബോളിക് ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ GI മോട്ടിലിറ്റി കുറയും ഇല്ലേ? അപ്പോൾ GI മോട്ടിലിറ്റിയുമായിട്ട്, അതായത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റിയുമായി നല്ലൊരു ബന്ധമുണ്ട് തൈറോയ്ഡ് ഗ്ലാൻഡിന്. അതുപോലെ GI സെക്രീഷനും, അതായത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സെക്രീഷനും ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്യൂട്ടേനിയസ് ബ്ലഡ് ഫ്ലോ ആണ്. അതായത് ക്യൂട്ടേനിയസ് മീൻസ് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? നമ്മുടെ സ്കിന്നും നെയിലും ഹെയറൊക്കെയാണ് അല്ലേ? സ്കിൻ ഹോമിയോസ്റ്റാസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതായത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ചില ക്ലൈമറ്റ് അനുസരിച്ച് നമ്മുടെ ബോഡി ഇതിൽ നിന്നും സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന നമ്മൾ സ്കിൻ ഹോമിയോസ്റ്റാസിസ് എന്ന്. അപ്പോൾ ഇവിടെ സ്കിൻ ഹോമിയോസ്റ്റാസിസിന് ഹെൽപ്പ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് തൈറോയ്ഡ് ഗ്ലാൻഡിനുണ്ട്. നെക്സ്റ്റ്, പ്രോലിഫറേഷൻ ഓഫ് സെൽസ്. എന്താണ് പ്രോലിഫറേഷൻ? മീൻസ് റീപ്രൊഡക്ഷൻ. റാപ്പിഡ് റീപ്രൊഡക്ഷന് പറയുന്നതാണ് പ്രോലിഫറേഷൻ. അതായത് നമ്മുടെ ഡെർമീസ് പോലുള്ള സെൽസിനെ പെട്ടെന്ന്, അതായത് റാപ്പിഡ് റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് തൈറോയ്ഡ് ഹോർമോൺസിനുണ്ട്.
ഇനി ഹെയറിൻ്റെയും നെയിലിൻ്റെയും ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസിനെയും അതിൽ ഓയിൽ സെക്രീഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും തൈറോയ്ഡ് ഗ്ലാൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ചിൽഡ്രനിലേക്ക് പോയാലോ, അവിടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വലിയൊരു പങ്ക് തൈറോയ്ഡ് ഗ്ലാൻഡിനുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും തൈറോയ്ഡ് ഹോർമോൺസ് ഏതൊക്കെ ബോഡി പാർട്സിലാണ് ആക്ട് ചെയ്യുന്നതെന്ന്. സോ നമുക്കിനി സയൻസ് ആൻഡ് സിംറ്റംസിലേക്ക് പോകുമ്പോൾ ഇത് വെച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പാത്വേയെക്കുറിച്ച് നോക്കാം. എല്ലാ ഹോർമോൺസും ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ഹോർമോൺസിൻ്റെയും ആരംഭം എന്ന് പറയുന്നത് ഹൈപ്പോതലാമസിൽ നിന്നാണ്. ഹൈപ്പോതലാമസ് തൈറോയ്ഡ് റിലീസിങ് ഹോർമോണെ റിലീസ് ചെയ്യുന്നു. അവർ നേരെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് പോയിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണെ റിലീസ് ചെയ്യുന്നു. ഈ റിലീസ് ചെയ്യുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ആണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടെ 3 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ 3 ഹോർമോൺസ് ഏതൊക്കെയാണ്? T3, T4, കാൽസിറ്റോണിൻ. കാൽസിറ്റോണിന് നമ്മുടെ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. നമുക്ക് മെയിനായിട്ട് ഇവിടെ പഠിക്കേണ്ടത് T3യും T4ഉമാണ്. T3 എന്ന് പറഞ്ഞാൽ ഏതാണ്? ട്രൈ ഐഡോ തൈറോണിനാണ് T3 T4നെ തൈറോക്സിൻ എന്നുമാണ് പറയുന്നത്. ഇനി വൺസ് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് പോവും. അതനുസരിച്ച് ഹൈപ്പോതലാമസ് ആക്ട് ചെയ്യുന്നതാണ്. സോ ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ക്ലൂ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി ഡിസീസ് കണ്ടീഷനിലേക്ക് പോകാം. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? എന്താണ് ഹൈപ്പോ തൈറോയിഡിസം? ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ആക്റ്റീവ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറയുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം. അതായത് ഇവിടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഓവർ ആക്റ്റീവ് ആയിരിക്കും. അതായത് തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. വരുന്ന TSH അതായത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന TSHനെ മുഴുവൻ യൂട്ടിലൈസ് ചെയ്തിട്ട് T3യും T4ഉം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ബ്ലഡിൽ ഈ T3യുടെ T4ൻ്റെ ലെവൽ വളരെ ഹൈ ആയിരിക്കും, TSHൻ്റെ ലെവൽ വളരെ കുറവായിരിക്കും. ശരിയല്ലേ? അതായത് ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ് ആണ് നമ്മൾ പറയുന്നത്. തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T3യും T4ഉം ആണ്. T3യും T4ൻ്റെ അളവ് കൂടുതലായിരിക്കും, TSHൻ്റെ അളവ് കുറവായിരിക്കും. ഇനി ഹൈപ്പോ തൈറോയിഡിസം ആയാലോ ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ ഗ്ലാൻഡ് ഓവർ ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ ഗ്ലാൻഡ് അണ്ടർ ആക്റ്റീവ് ആയിരിക്കും. അതായത് വരുന്ന TSH അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് നിലനിർത്തും. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യത്തേയില്ല. അതായത് T3യും T4ൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൽ വളരെ കുറവായിരിക്കും, TSHൻ്റെ അളവ് കൂടുതലായിരിക്കും. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിന് ഈ TSHനെ ഉപയോഗിച്ച് തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൈപ്പോ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ് ആണ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കോസസിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഓട്ടോൺ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കാണുന്നത്. ഓട്ടോൺ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ബോഡിയെ തന്നെ അറ്റാക്ക് ചെയ്യും. അതിന് നമ്മൾ പറയുന്നതാണ് ഓട്ടോൺ ഇമ്മ്യൂണിറ്റി. ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഫസ്റ്റത്തെ ഡിസീസാണ് ഗ്രേസ് ഡിസീസ്. ഈ ഗ്രേസ് ഡിസീസിൽ കാണുന്നത് സാധാരണഗതിയിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ത് റിലീസ് ചെയ്യുന്നതാണ്? TSHനെ റിലീസ് ചെയ്യുന്നതാണ് അല്ലേ? അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണെ റിലീസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ കേസിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിനെയാണ് അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ TSHൻ്റെ ലെവല് നമ്മുടെ ബ്ലഡിനകത്ത് കാണുമോ? ഇല്ല. അതിന് പകരം TSI ഉണ്ട്. TSI ഇവിടെ നമ്മൾ പറയേണ്ട. TSHൻ്റെ അളവ് കുറവായിരിക്കും, T3യും T4ൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് കോസിലേക്ക് പോകാം. സെക്കൻഡ് കോസ് എന്ന് പറയുമ്പോൾ അയഡിൻ എക്സസ് ആണ്. അയഡിൻ നമ്മുടെ തൈറോയ്ഡ് ഹോർമോണുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയഡിൻ്റെ അളവ് വേണം. അയഡിൻ നമ്മുടെ ബോഡിയിൽ അഡിക്വേറ്റഡ് ഉണ്ടെങ്കിലാണ് ഇവർക്ക് തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അയഡിൻ്റെ അളവ് എക്സസ് ആയി കഴിഞ്ഞാലോ തൈറോയ്ഡ് ഹോർമോൺസ് കൂടുതലാവത്തില്ലേ? അപ്പോൾ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവില്ലേ? ഇനി നമുക്ക് തേർഡ് കോസിലേക്ക് പോയാലോ. അവിടെ ലീവോ തൈറോക്സിൻ എക്സസ് ആണ് പറയുന്നത്. ലീവോ തൈറോക്സിൻ എക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലീവോ തൈറോക്സിൻ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസിന് കൊടുക്കുന്ന മെഡിസിനാണ് അല്ലേ. ചില സമയങ്ങളിൽ പേഷ്യൻസ് ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ ഇവർ ഈ ലീവോ തൈറോക്സിൻ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ളത് ഹൈപ്പർ തൈറോയിഡിസമായി മാറും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കോസസിലേക്ക് പോകാം.
ഇവിടെ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. അത് നമ്മൾ പറയുന്നതാണ് ഹാഷിമോട്ടോസ് ഡിസീസ്. ഹാഷിമോട്ടോസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പതിയെ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിനെ ഡിസ്ട്രോയ് ചെയ്യും, അതായത് നശിപ്പിച്ച് കളയും. അപ്പോൾ എന്ത് സംഭവിക്കും? T3യും T4നെയും ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക് TSHൻ്റെ അളവ് അവിടെ കൂടും. ഇനി രണ്ടാമത്തെ കോഴ്സ് അയഡിൻ തന്നെ എടുക്കാം. അയഡിൻ്റെ അളവ് കുറവ് ആണ് അല്ലെങ്കിൽ ഈ ഒരു അസുഖം ഉണ്ടാകാനുള്ള കാരണം. മൂന്നാമത്തെ പിറ്റ്യൂട്ടറി ട്യൂമർ. നാലാമത്തെ ട്രീറ്റ്മെൻറ്റ് ഫോർ തൈറോയ്ഡ്. തൈറോയിഡിൻ്റെ വേരിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് തൈറോയ്ഡക്ടമി, നമ്മൾ കേട്ടിട്ടുണ്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റ്, അതുപോലെ ആൻറ്റി തൈറോയ്ഡ് മെഡിസിൻ. ഇവയൊക്കെ എന്തിന് കാരണമുണ്ടാക്കുന്നുണ്ട്? ഹൈപ്പോ തൈറോയിഡിസത്തിന് കാരണമുണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എക്സാമിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആൾക്കാരെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് നമ്മുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. സൈൻസ് ആൻഡ് സിംറ്റംസ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ എവിടെയൊക്കെയാണ് ഈ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. സോ അത് നമുക്ക് ഓർമ്മ വരികയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഇനി നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം എടുക്കാം. സെൽസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇത് ഒരുപാട് എനർജി ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അല്ലേ? അതായത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കേസിൽ ഇവർ ഒരുപാട് എനർജി കൂടുതലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി എന്തായിരിക്കും? കൂടും ഒരുപാട്. അത് നമ്മുടെ ബോഡിയിൽ മെറ്റബോളിക് സ്റ്റേറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ബോഡിയുടെ ഹീറ്റ് അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ ബോഡി എപ്പോഴും ചൂട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് വെക്കുക, നമ്മുടെ ബോഡി എപ്പോഴും എന്തൊക്കെയോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുതലാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വിശപ്പ് കൂടാനാണോ കുറയാനാണോ ചാൻസ്? തീർച്ചയായിട്ടും വിശപ്പ് കൂടും, അതായത് ഇൻക്രീസ് അപ്പിറ്റൈറ്റ്. പക്ഷേ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, എന്ത് കഴിച്ചാലും അപ്പം തന്നെ ദഹിച്ചങ്ങ് പോകും, നമ്മുടെ ശരീരത്തിൽ പിടിക്കത്തേയില്ല. അതുകൊണ്ട് ഇവർക്ക് വെയിറ്റ് ലോസിന് ചാൻസ് ഉണ്ട്. ഹീറ്റ് ഇൻടോളറൻസിന് ചാൻസ് ഉണ്ട്, അതായത് ഇവർക്ക് ഹീറ്റ് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ ഹീറ്റിലേക്കുള്ള സെൻസിറ്റിവിറ്റിയും വളരെ കുറവാണ്. ഇനി ഹാർട്ടിലേക്ക് പോയാലും ഹാർട്ടിൽ എന്തൊക്കെ കാണാം? ഇവർക്ക് ഹാർട്ട് റേറ്റ് കൂടുതലാവും, അതുപോലെ തന്നെ പാൽപിറ്റേഷൻ ഉണ്ടാവും, അരിത്മിയ ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. അതായത് ഇവർക്ക് ബീപ്പിങ് കൂടുതലായിരിക്കും. കാരണം നമ്മൾ മുന്നേ തന്നെ പഠിച്ചതാണ്, β1 റിസപ്റ്റേഴ്സിൻ്റെ ഒരു ആക്ടിവേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് കൺഫ്യൂഷൻ നമുക്ക് പറയാം ഇതിലെല്ലാം കൂടുതലായിരിക്കും. ടക്കിക്കാർഡിയ ആയിരിക്കും, പാൽപിറ്റേഷൻ ഉണ്ടാവും, അരിത്മിയ ഉണ്ടാവും, ബീപ്പിങ് കൂടുതലായിരിക്കും. ഇനി GIയിലേക്ക് പോയാലോ. GIയിൽ എന്തായിരിക്കും? ഇവിടെ GI മോട്ടിലിറ്റി കൂടാനേ ചാൻസ് ഉള്ളൂ. കാരണം ഇവിടെ ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ് ആണ്. അതുകൊണ്ട് ഇവർക്ക് ഡയേറിയ ഉണ്ടാവും. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകാം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ പറഞ്ഞു ടോട്ടലി ഈ ഹോർമോൺസ് എല്ലാം കൂടുതലായതുകൊണ്ട് ഓവർ ആക്ടിവേഷൻ ആയിരിക്കും ന്യൂറോൺസിന് കൊടുക്കുക. അതുകൊണ്ട് ഇവർക്ക് ആൻസൈറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഭയങ്കര നെർവസ്നെസ്. ഇവർ ഭയങ്കര നെർവസ്നെസ് ഉള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ഇറിറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവർക്ക് ഉറക്കമില്ലായ്മ, അതായത് ഇൻസോംനിയ, ട്രമേഴ്സ്, വിറയൽ പോലെയുള്ള സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. ഇനി ക്യൂട്ടേനിയസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്കിടെ സ്വെറ്റ് ഗ്ലാൻസ് ഓവറായിട്ട് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പറയുന്നതാണ് ഡയഫോറസിസ്. ഇനി ഹെയർ ഗ്രോത്ത് ആണെങ്കിലോ വളരെ കൂടുതലായിരിക്കും. ഇവർക്ക് നല്ലപോലെ മുടി ഉണ്ടാവും, പക്ഷെ മുടിക്കൊരു പ്രത്യേകത, വളരെ ഫൈനായിട്ടുള്ള മുടിയായിരിക്കും. അതുപോലെ തന്നെ സോഫ്റ്റ് ഹെയർ ആയിരിക്കും. ഇനി നമുക്ക് നെയിലിൻ്റെ ഗ്രോത്തിലേക്ക് പോയാലോ. ഒരുപാട് നെയിലുണ്ടാവും, പക്ഷേ ഇവർക്കടെ നെയിലാണെങ്കിൽ പെട്ടെന്ന് നെയിൽ ബെഡിൽ നിന്നും ഡിറ്റാച്ച് ആവാൻ തുടങ്ങും. അതിന് പറയുന്ന പേരാണ് ഒണൈക്കോലൈസിസ്. അത് പെയിൻലെസ് ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് നെയിൽ ഫ്രം നെയിൽ ബെഡ് ആണ് ഇതിൻ്റെ ഡെഫിനേഷൻ. സോ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ നോക്കി, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസിലേക്ക് നമുക്ക് കടക്കാം. ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് തന്നെയാണ്. കാരണം ഇവിടെ ഹൈപ്പോ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ് ആയതിനാൽ സെൽസിനകത്ത് മെറ്റബോളിക് ആക്ടിവിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ബോഡി ടെമ്പറേച്ചർ കുറവായിരിക്കും. അതുപോലെ ഇവർക്ക് വിശപ്പ് ഉണ്ടാവത്തില്ല, കാരണം ഒട്ടും ബോഡി ആക്റ്റീവ് ആവുന്നില്ല, മെറ്റബോളിക് ആക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ വിശപ്പ് ഉണ്ടാവത്തില്ല. പക്ഷേ എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇവർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അത് വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഇവർക്ക് കോൾഡ് ഇൻടോളറൻസ് ആണ്. അതുപോലെ ഡിക്രീസ് സെൻസിറ്റിവിറ്റി ടു കോൾഡും ഉണ്ട്. അടുത്തത് നമ്മൾ ഹാർട്ട് നോക്കാം. ഹാർട്ടിൽ നമ്മൾ ഇവിടെ മറ്റോടത്ത് പറഞ്ഞു, അതായത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കേസിൽ പറഞ്ഞു ടാക്കിക്കാർഡിയ, അരിത്മിയ ഉണ്ടാവും അല്ലേ. പക്ഷേ ഇവർക്ക് ബ്രാഡിക്കാർഡിയാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അവിടെ അവർക്ക് ഹൈപ്പർ ടെൻഷൻ ആയിരിക്കുമെന്ന്.
ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഹൈപ്പർ ടെൻഷൻ അല്ലേ. എന്തുകൊണ്ടായിരിക്കും രണ്ടിടത്തും ഒരേപോലെ ഒരു സിംറ്റം? രണ്ടിടത്തും ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അതെന്താ നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ β1 റിസപ്റ്റേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ പക്ഷേ β1 റിസപ്റ്റേഴ്സ് കുറവായിരിക്കും. കാരണം അറിയാം നമുക്ക് തൈറോയ്ഡ് ഹോർമോൺസ് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഇവിടെ വേറൊരാൾ ഇവർക്ക് പകരം പ്രവർത്തിക്കുന്നുണ്ട്, α1 റിസപ്റ്റേഴ്സ് അല്ലെ. α1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ഇവയുടെ എമൗണ്ട് കൂടുതൽ ആയതുകൊണ്ട് ഇവിടെ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. വാസോ കൺസ്ട്രക്ഷൻ മീൻസ് എന്താണ്? നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ ഇവയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണം മനസ്സിലായി നിങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് GIയിലേക്ക് പോകാം. GI സിസ്റ്റത്തിലാണെങ്കിൽ ഇവിടെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി വളരെ കുറവായതിനാൽ ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോയാലോ അവിടെ പേഷ്യൻസിന് ഫറ്റീഗ് ഉണ്ടാവാനും പേഷ്യൻ്റ് ഡിപ്രഷനിലേക്ക് പോകാനും അതുപോലെ തന്നെ ഇവർക്ക് മെമ്മറീനെയും അതുപോലെ കോൺസെൻട്രേഷനെയും ബാധിക്കാനും ചാൻസ് ഉണ്ട്. അതായത് ഇമ്പയർഡ് മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ. ഇനി ഫൈനലി നമുക്ക് ക്യൂട്ടേനിയസ് പഠിക്കാം. ഇവർക്കുടെ സ്കിൻ വളരെ ഡ്രൈ ആയിരിക്കും. അതുപോലെ ഹെയർ ലോസിനുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇവർക്കുണ്ടാവുന്ന ഹെയർ ആണെങ്കിൽ പൊട്ടി പോകുന്ന ടൈപ്പ് ഹെയർ ആയിരിക്കും. ബ്രിറ്റിൽ ഹെയർ എന്ന് നമ്മൾ പറയും. അതുപോലെ നെയിലാണെങ്കിലോ തിൻ ആൻഡ് ബ്രിറ്റിൽ ഹെയർ നെയിൽ തന്നെയായിരിക്കും. പക്ഷേ ഇവയിൽ നമ്മൾ പഠിക്കാത്ത വേറൊരു കാര്യം കൂടെ ഇവിടെ പഠിക്കുന്നുണ്ട്. നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൂടെ നോക്കാം. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണെങ്കിൽ ഇവർക്കുടെ മെൻസ്ട്രേഷൻ, ഫീമെയിൽസിനാണെങ്കിൽ മെൻസ്ട്രേഷൻ ഇറഗുലർ ആവാനും പ്രൊലോങ്ഡ് ആവാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബോത്ത് സെക്സിലാണെങ്കിൽ ലോ ലിബിഡോയും ലോ സെക്സ് ഡ്രൈവ് അതുപോലെ ഇൻഫെർട്ടിലിറ്റിക്കും കാരണമുണ്ടാകാം. ഇനി കോംപ്ലിക്കേഷൻ നോക്കാം. ഹൈപ്പോതൈറോയിഡിസം നമ്മൾ കാണുന്ന കോംപ്ലിക്കേഷനാണ് എക്സോഫ്താൽമസ്. എക്സോഫ്താൽമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്രൂഷൻ ഓഫ് ഐബോൾസിന് പറയുന്നതാണ്. അതായത് നമ്മൾ ഗ്രേപ്പ് ഐ എന്ന് പറയും. അതായത് ഈ കണ്ണ് ഐബോൾസാണ് ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കേസിനാണ് നമ്മൾ എക്സോഫ്താൽമസ് എന്ന് പറയുക. രണ്ടാമത്തെയാണ് തൈറോയ്ഡ് സ്റ്റോം. അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് തൈറോടോക്സിക്കോസിസ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. ഇനി കോംപ്ലിക്കേഷൻ ഓഫ് ഹൈപ്പോതൈറോയിഡിസം എന്താണ്? മിക്സെഡിമ, കോമ. ഈ ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാട്ടിൽ കാണാം.